മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി ഇന്ന് സർക്കാർ ജീവനക്കാരിയാകും. ഇന്ന് രാവിലെ 10 മണിയോടെ വയനാട് കളക്ടറേറ്റിലെത്തി റവന്യൂ വകുപ്പിൽ ക്ലാർക്കായിട്ട് ശ്രുതി ചുമതലയേൽക്കും. സർക്കാർ ജോലി ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ഇന്ന് അല്പം മുമ്പ് ശ്രുതി പ്രതികരിച്ചു. സന്തോഷമുണ്ട്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അറിയാലോ, സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അവരില്ലാത്തതിൻ്റെ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷെ മുന്നോട്ട് പോയി ജീവിക്കാനുള്ളൊരു കൈത്താങ്ങായതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. സർക്കാർ ഒരു വാക്ക് തന്നത് പാലിച്ചിരിക്കുകയാണ് സമയത്ത് തന്നെ, അതിലുള്ള ഒരു സന്തോഷം കൂടെ. അതിന് സന്തോഷമുണ്ട്. ആരോടൊക്കെയാണ് ഈ ഘട്ടത്തിൽ നന്ദി പറയുന്ന? ആരോടൊക്കെയാണ്? എല്ലാവരോടും. ഒരാളെ എടുത്തു പറയാൻ മാത്രമല്ല, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പറയാൻ. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പ തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ശ്രുതിക്ക് എല്ലാ ആശയും മറ്റുമായി ശ്രുതിക്കൊരു ആശാകേന്ദ്രം തന്നെയാണ് സർക്കാർ ജോലി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? തീർച്ചയായും SKN, ശ്രുതിയുടെ മുണ്ടേരിയിലെ വാടക വീടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അല്പസമയം മുമ്പ് ശ്രുതി നമ്മളോട് സംസാരിച്ചു. അതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ശ്രുതി. കാരണം സർക്കാർ വാക്ക് പാലിച്ചു. ആ വാക്കിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ അവർ ഓർത്തെടുത്ത് സംസാരിച്ചു. അതോടൊപ്പം തന്നെ ജൻസന്റെ ആ ഒരു വിയോഗം അത് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. അതിൽ പ്രയാസം പങ്കുവെക്കുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ശ്രുതി ചുമതലയേൽക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിലെത്തി, വയനാട് കളക്ടറേറ്റിലെത്തി ചുമതലയേൽക്കും. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ശ്രുതി പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മുണ്ടേരിയിലെ വീട്ടിൽ ഇപ്പോഴും ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മാറിയിട്ടില്ല. കാരണം കാലിനുൾപ്പെടെ പരിക്ക് ഏറ്റതാണ് ഗുരുതരമായി. അതിൽ നിന്ന് അതിജീവിച്ചു വരികയാണ്. ശ്രുതിയുടെ വീടിൻ്റെ നിർമ്മാണം ഈ മുണ്ടേരിയിൽ തന്നെ, ഇവിടെ തന്നെ അടുത്തുള്ള ഒരു പ്രദേശത്ത് തന്നെ ഈ വീടിൻ്റെ നിർമ്മാണം ഒരു സന്നദ്ധ സംഘടന അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള പാതയിൽ മുന്നോട്ട് കുതിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള ജനസനും ഒപ്പം തന്നെ അച്ഛനും അമ്മയും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ആയിരുന്നു അവരുടെ സന്തോഷം. അവരുടെ സന്തോഷത്തിനനുസരിച്ച് താൻ ജീവിതം തുടരും എന്നുള്ളത് തന്നെയാണ് ശ്രുതി പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ശ്രുതി കളക്ടറേറ്റിലെത്തി ചുമതലയേൽക്കുക. SKN. താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശ്രുതി ഒരു നല്ല ജീവനക്കാരിയായി മാറട്ടെ. വിഷമങ്ങളെല്ലാം മറക്കാൻ ഈ സാഹചര്യം ഉപകരിക്കട്ടെ. വയനാട് ജില്ലാ കളക്ടറേറ്റിൽ ശ്രുതി ഒരു നല്ല എംപ്ലോയി ആയിരിക്കും എന്ന് നമുക്കറിയാം.